ഗോപാൽ കേട്ടില്ല. ഇതാരോ വേറെ താഴിട്ട് പൂട്ടിയിരിക്കുക. അത് കാട്ടാപ്പള്ളി പൂട്ടിയ പൂട്ടാ. തുറക്കുന്നവന്റെ കൈവിട്ടെന്നാ പറഞ്ഞിരിക്കുന്നേ. പുറകിലത്തെ ചാക്കിന് നാടൻ ബോംബാവാനാ സാധ്യത. കാട്ടുപുളിനോട് ബേക്കും. മാറിക്കോ. വേഗം കേറി, നമുക്ക് കാട്ടാപ്പിളിനെ വെടിവെച്ചിരുന്ന് കാണാം. എടാ, നീ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരനല്ല ഈ മല്ലയ്യ. കേന്ദ്രത്തിൽ വരെ പിടിപാടുള്ള കക്ഷിയാ. നമ്മുടെ ഹോം മിനിസ്റ്ററുമായിട്ടും അടുപ്പുണ്ട്. അടുത്ത ഇലക്ഷൻ ഒരു മന്ത്രിസ്ഥാനം വരെ കിട്ടാൻ ചാൻസ് ഉള്ളതാ എനിക്ക്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ചെറിയച്ഛൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് മറക്കും. എന്റെ അച്ഛൻ കാറ് മറിഞ്ഞ് മരിച്ചതൊന്നുമല്ല, ഈ മല്ലഞ്ചരക്കാർ കൊന്നതാ. അതിനൊന്നും യാതൊരു തെളിവുമില്ലല്ലോ. തെളിവില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്കും അറിയാം. മല്ലഞ്ചരക്കാരെ സഹായിക്കുന്നവൻ ആരായിരുന്നാലും ശരി, അവൻ എന്റെ ശത്രുവാ. കാട്ടുപുളി, ഞാൻ വന്നത് നിന്നെ പൂട്ടാനാ. മല്ലയ്യ വീട് മേടിച്ചത് തെറിച്ചു തരാനല്ല, താമസിക്കാനാ. ഞാൻ അവിടെ താമസിക്കും. വേണ്ടി വന്നാ നിന്റെ വീട്ടിൽ കയറി ഇവിടെ താമസിക്കും. നീ അവിടെ പൂട്ടി, ഞാൻ ഇവിടെ പൂട്ടി. ഇനി എന്നോട് കളിക്ക വന്നാ നിന്റെ വെടി പീസാക്കും. നിനക്ക് നൻപൊക്കെ ഗൊത്തില്ല ഗജ്ജി നായിൻ മകനെ. ഗൊത്തിൽവാ ഗജ്ജി നായിൻ മകനെ, നായിന്റെ പട്ടി മോനെ. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? കാട്ടാപ്പിള്ളിയ മല്ലയ്യ തിരിച്ചു പൂട്ടിയേ. കാട്ടാപ്പിള്ളിയ പൂട്ടിയേ. നാടൻ ബോംബ് മുതൽ ഡൈനാമിറ്റ് വരെ ഉണ്ടെന്നാ കേട്ടത്. വിപ്ലവം തോക്കിൻ കുഴലിലൂടെ. ഇരട്ട കുഴൽ തോക്ക്. ഒരു കുഴലിൽ കൂടി ഉണ്ട വരും, മറ്റേ കുഴലിൽ കൂടി പുക വരും. ഇതെന്ത് പറ്റി മാത്തച്ചാ? ഒരു സ്ഥലം വിറ്റതാ. ബംഗ്ലാവിലേക്കാ കുടിയേറ്റക്കാരെല്ലാം ഒഴിഞ്ഞു പോകണമെന്ന് മല്ലയുടെ ആൾക്കാർ വന്ന് പറഞ്ഞു. ഒഴിയാൻ പറ്റൂലെന്ന് ആശ നേരിട്ട് പോയി പറയാൻ പോവാ. തിരിച്ചു വരുമ്പോൾ ആ കസേരക്ക് ചിലപ്പോ നാടിലുണ്ടാവും. നടുവും തുറന്ന് അടുത്ത പ്രാവശ്യം ഞാൻ ഇരിക്കേണ്ടി വരും. പക്ഷെ ചുമക്കാൻ ഈ തെണ്ടികൾ ഉണ്ടാവോന്ന് എനിക്കറിയില്ല. എല്ലാം ഞാൻ നേരിടാൻ പോവാ. നാരായണ കട നോക്കണേ. തോട്ടത്തിലെ ഷെഡിന്റെ പണി തീർന്ന വണ്ടി അവിടെ കൊണ്ടിട്ടോണം. അമ്പലത്തിൽ നിന്ന് ഏതോ പ്രതിഷ്ഠ വരുന്നുണ്ടല്ലോ. അതേതോ ഡെഡ് ബോഡി കൊണ്ടുവരണതാ. ഡെഡ് ബോഡി ഒന്നും അല്ല, ജീവനുണ്ട്. ശരിയാണല്ലോ. ഇനി ഇവിടുത്തെ പോലെ രാജാവും ആയിരിക്കും. ആ കസേര കൊണ്ട് ഇങ്ങോട്ടാണല്ലോ. എന്താ സംഭവം അറിയോ? പെട്രോളിന് വില കൂടിയതുകൊണ്ട് പുള്ളി തന്നെ കണ്ടുപിടിച്ച പുതിയ വണ്ടിയാ കസേര വണ്ടി. നിങ്ങളാണോ മല്ലയ്യ? ഇത് മല്ലയ്യല്ല, മല്ലയുടെ സെക്രട്ടറിയേറ്റാ. ഞങ്ങൾക്ക് മല്ലയ്യയെ നേരിട്ടൊന്ന് കാണണം. എന്താ കാര്യം? അത് മല്ലയ്യയോട് പറയേണ്ട കാര്യം. മല്ലയോട് പറയേണ്ട കാര്യം ആദ്യം ഇവിടെ പറയണം. എന്നിട്ട് അദ്ദേഹത്തോട് പറയേണ്ട വല്ല കാര്യമാണെങ്കിൽ ഞാൻ അത് അവിടെ പോയി പറയും. അതാണ് എന്റെ ജോലി. ഹലോ, ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ പോയി പറയുന്നത് അത്രക്ക് നല്ല സ്വഭാവമല്ല. സമയം മെനക്കെടുത്താത്ത കാര്യം പറ. താഴെ ഇറക്കടാ. ഞങ്ങളുടെ ഭൂമിയിൽ നിന്ന് ഞങ്ങളെ ഇറക്കാമെന്ന് ഇവിടെ ആരും വിചാരിക്കണ്ട. അനധികൃതമായി കുടിയേറി പാർത്തവർ എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു തന്നേ പറ്റൂ. അല്ലെങ്കിൽ ബുൾഡോസർ ഉണ്ടെന്ന് മല്ലയെല്ലാം പൊളിച്ചടുക്കും. കാട്ടാപ്പിള്ളിയെ തോൽപ്പിച്ച് തോട്ടവും ബംഗ്ലാവും വാങ്ങിയപ്പോ ഒരു രക്ഷകനെത്തിയെന്ന നാട്ടുകാർ വിചാരിച്ചേ. ഇങ്ങനെ ദ്രോഹിക്കാനാണെങ്കിൽ കാട്ടാപ്പിള്ളി നിങ്ങളും തമ്മില് എന്താ വ്യത്യാസം? അങ്ങനെ ഭീഷണിപ്പെടുത്തി ആരും ഞങ്ങളെ ഒഴിപ്പിക്കാന്ന് വിചാരിക്കേ വേണ്ട. ഏതാ ഈ ചെറുക്കൻ? അയ്യോ, ഇത് പെൺകുട്ടിയാ. വർത്താനം കണ്ട് അങ്ങനെ തോന്നണില്ലല്ലോ. എന്താണ് ചെറുക്കൻ എനിക്ക് വേണ്ടത്? മല്ലഞ്ചര ഉണ്ണിത്താന്റെ അനുഭവത്തോടു കൂടി വർഷങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ അവിടെ താമസം തുടങ്ങിയതാ. ഇപ്പൊ ഞങ്ങളോട് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറയുന്നത് കഷ്ടമാണ്. വേറെ പോകാൻ ഒരു ഇഞ്ച് ഭൂമി പോലും ഇല്ലാത്ത പാവങ്ങളാണ് ഞങ്ങളെല്ലാം. നിങ്ങളോട് ഒളിഞ്ചു പോകാൻ ആരാ പറഞ്ഞത്? ആധാരപ്രകാരം എല്ലാരെയും ഒഴിപ്പിച്ചിട്ടുള്ള കച്ചവടം. ആധാരമണ്ണ് നോക്കണ്ട. എല്ലാരും ഇങ്ങനെ മണ്ണ് സ്വന്തമാക്കി വെച്ചാൽ ബാക്കിയുള്ളവർ ഇവിടെ പോയി താമസിക്കും അൽവാ. നിങ്ങൾ ആരും എവിടെ പോണില്ല, അവിടെ തന്നെ താമസിക്കും. അപ്പൊ മനസാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട്. മുതലാളി വേണ്ട, മല്ലയ്യ വിളിച്ച മതി. സന്തോഷമായി മല്ലയ്യ, സന്തോഷമായി. ഞാൻ ഇടപെട്ടിട്ട് ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ. പിന്നെ മടക്കി കുത്തഴിച്ചിടാത്തത് ബഹുമാനക്കുറവുകൊണ്ടല്ല, മുണ്ടിന്റെ മൂട് കീറിയിരിക്കുക. നിങ്ങൾ വലിയവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം, പിന്നെ ആ അഹങ്കാരം, സംസാരിക്കുമ്പോഴുള്ള അക്ഷരസ്ഫുടത എല്ലാം എനിക്ക് ഇഷ്ടമായി. ഇന്നു മുതൽ ഈ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗവും അധ്വാനിക്കാത്ത ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നിങ്ങൾ മല്ലയല്ല, മുത്താണ്, മുത്തയ്യ. വിളിക്കണ മല്ലയാക്കി ജയ്, മല്ലയാക്കി. മുത്തേ മുത്തേ കന്നഡ മുത്തേ.
കന്നഡ വെച്ചൊരു കന്നഡ മുത്തേ, കാക്കാം കീക്കാം മല്ലയ്യ, മൗനഗാന സിന്ദാബാദ്, വെള്ളരി പ്രാവേ മല്ലയ്യ, നിന്ന പ്രേമഗീത ഇവിടെ കിടന്ന ലോറി എന്തിയെ KD 2829 നിങ്ങളാരാ? ഊമകളാ? ഹലോ, ആ മുരുക, നമ്മുടെ കാണാതെ പോയി ലോറി കിട്ടി. പക്ഷെ എന്നെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരണം. ലോറി ഇപ്പൊ എവിടെ ഉണ്ട്? ലോറി അന്നാ കസേരപ്പുറത്ത് വന്ന അമ്മാവനില്ലേ, ആ അമ്മാവന്റെ വീട്ടിലേക്ക് കേറ്റി പാർക്ക് ചെയ്തിരിക്കുക. മനുഷ്യരോട് തല്ലുവിളിപ്പില്ല. ഒഴിഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞത് കൂട്ടത്തോടെ എല്ലാത്തിനെയും കൊല്ലാൻ വേണ്ടിയായിരുന്നല്ലേ? എല്ലാം തകർത്ത് കളയുന്നു ഇയാള് പറഞ്ഞപ്പോ ഇത്രയും ചെയ്തു കളയുന്നു ഞങ്ങൾ കരുതിയില്ല. ഇന്നലെ രാത്രി ആശാനും മക്കളും കാവിൽ കഥകളി കാണാൻ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇവരുടെ കഥ? എന്നും ഈ വരാന്തയിൽ കിടന്നുറങ്ങിയിരുന്നു ഞാൻ. ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി നടത്തറ വാസന്തിയുടെ വീട്ടിൽ പോയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്റെ കഥ? കാക്കാം കീക്കാം മല്ലയ്യ എന്ന് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല. ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. ഉള്ള കിടപ്പാടം തകർത്തതിനേക്കായി ഭേദം ഞങ്ങളെ കൂടെ കൊല്ലാമായിരുന്നു. ആസാനം നിങ്ങളെ ഒളിപ്പിക്കാൻ എനിക്കിങ്ങനെ ഒരു നാടകം കളിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒളിപ്പിക്കണമെങ്കിൽ ഞാൻ ഒളിപ്പിച്ചിരിക്കും, അത് വേറെ കാര്യം. ഇത് ഞങ്ങളെ വണ്ടി ഏതോ കള്ള ഹുട കത്കൊണ്ട് വന്ന് ബോധമില്ലാതെ ഓടിച്ച് കേട്ടിയതാണ്. അല്ലാതെ ഞാൻ നിങ്ങളോട് അങ്ങനെ ചെയ്യുമോ? മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. കാര്യം അറിയാതെ ഇവനെ ഇങ്ങനെ ഉപദ്രവിച്ച് നിങ്ങളോട് ഇങ്ങനല്ല പെരുമാറണ്ടേ. എന്തൊക്കെയായാലും നിങ്ങളുടെ ഈ ലോറിയല്ലേ ഞങ്ങളുടെ വീട് തകർത്തത്. അപ്പൊ സമാധാനം പറയേണ്ടത് അതിന്റെ ഉടമസ്ഥരായ നിങ്ങൾ തന്നെയാ. ഒരുപാട് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ വീട് ഈ കാണുന്നത് അറിയോ? നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ വീട് ഇതിൽ നല്ലതായിട്ട് ഞങ്ങൾ കെട്ടിച്ചു വിടും. അത് ന്യായം. ഏതോ മോഷ്ടാവ് കാണിച്ച അക്രമത്തിന് ഞങ്ങൾ എന്തിനു വീട് പണിഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒഴിയാം. പക്ഷേ ഞങ്ങൾ അങ്ങനെ ഒഴിയില്ല. കാരണം ഞങ്ങൾ മനസാക്ഷിയുള്ളവരാ. ഈ വീട് എന്റെ മേൽനോട്ടത്തിൽ ഞാൻ നേരിട്ട് നിന്ന് പണിപ്പിച്ചു മകനെ. ഈ ലോറിയുടെ RC ഓണർ ആരാ? ഞാനാ. ഓ, എന്നാ സാറ് വന്ന് ജീപ്പിലോട്ട് കയറണം. എന്താ കാര്യം? വധശ്രമം. വീടൊഴിയാൻ കൂട്ടാക്കാതിരുന്നവരെ ഗൂഢാലോചന നടത്തി കൊല്ലാൻ ശ്രമിച്ചു. അറസ്റ്റ് ചെയ്യാൻ ഈ കേസൊക്കെ ധാരാളം മതി. കേരള ജീപ്പില് ഒരാളിവിടെ നിൽക്കുന്നുണ്ടല്ലോ സാറേ. വെഡ്ബെടി, ഇതെല്ലാം സുമ്നെ ബേജാർ. വേണ്ട സാറേ, നമ്മുടെ പിടിയിൽ നിൽക്കില്ല. എന്റെ ലാറിക്കദ്ദ കള്ളനെ നിങ്ങൾ ആദ്യം പിടിക്കും, ബാക്കി പിന്നെ ആലോചിക്കും. അവര് വീട് പണിതു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കേസിൽ യാതൊരു പരാതിയില്ല. സാറന്മാര് പോണം. കേട്ടില്ലേ സാറേ, അവർക്ക് പരാതി ഇല്ലെങ്കിൽ പിന്നെ സംഗതി പുലിവാലാകെ. ഈ മല്ലയ്യക്ക് കേന്ദ്രത്തിലാ പിടി. വാടോ, ലോറി എടുക്കടാ. ലോറി കൊണ്ടുപോകാൻ വരട്ടെ. വീട് പണി തുടങ്ങിയിട്ട് സാവകാശം ലോറി തന്നു വിടാം. അതുവരെ ഒരു ഉറപ്പിന് അത് ഇവിടെ കിടക്കട്ടെ. ഇവളിന്ത തുമ്പ കഷ്ടാക്കിത്തെ പേറിയേനു. എന്നാ പേർന്ന് എന്റെ മല്ലയ്യ കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോടാണോ പേരെന്നാണ് ചോദിക്കുന്നത്? ഇവിടെയൊക്കെ കല്യാണത്തിന് മുമ്പ് പ്രസവിച്ച ചീത്ത പേരാ. ഓ, ഗൗരി. വീട് പണി കളിഞ്ഞ് സാവകാശം വണ്ടി തന്നുവിടാം. അതുവരെ വണ്ടി അവിടെ കിടക്കട്ടെ ഒരു ഉറപ്പിന്. എടാ, വണ്ടി തൽക്കാലം മാറ്റിയിട്. ഗൗരിക്ക് സന്തോഷമായില്ല. വണ്ടി എടുത്തോ. ആൾക്കാരൊക്കെ ഒന്ന് മാറിക്കുന്നേ. തലയില് വല്ല ഓടാ കീടാ വീണ ആശുപത്രി കൊണ്ടുപോകാൻ ഞങ്ങളെ പറ്റില്ല. മാറിക്ക്. പോട്ടെ റൈറ്റ് പോട്ടെ. വല്ലതും പറ്റിയാ? വടിവാളായിട്ട് എനിക്ക് ചുറ്റും 8 പേരാ. അത് നിസ്സാർക്കാരല്ല, വടക്കമ്മലെന്നുള്ള ടീം. ചട്ടമ്പിയായി ജനിച്ചു പോയില്ലേ, ഓടാൻ പറ്റുമോ? പലപ്പോഴായിട്ട് ഓടിയിട്ടുള്ളല്ലേ, പിന്നെന്താ? ചുറ്റും വടിവാളായിട്ട് നിൽക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ? മാത്രമല്ല, ലോറിയുടെ സ്റ്റിയറിംഗ് ഇതാ ഈ നെഞ്ചിലും. സ്റ്റിയറിംഗ് അല്ല, ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. ഒരു കണക്കിന് ഞാൻ ലോറിക്ക് അടിയുന്നു. റോട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ പൈപ്പിന്റെ മുട്ടി പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി നേരെ ആശുപത്രിയിലേക്ക് പോയി. ഓ ശിവനേ, ഇതെന്ത് പറ്റി ഗോപാല? എല്ലാരും തലയിലും കെട്ടാണല്ലോ. ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി. അറിഞ്ഞില്ലേ നിങ്ങള്?
ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടിന് പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ ഹൗസിംഗ് അത് ഞങ്ങൾ അറിഞ്ഞല്ലോ. ഏതവനാണ് ലോറി കെട്ടതെന്ന് മല്ലയ്ക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഇനി നീ എങ്ങാനും ഞാനോ പോടാ. നീ ആരെയും നോക്കണേ ശിവൻകുട്ടി? 11 കാവിലമ്മ വന്നു നോക്കിയതാ. അതിൽ പെങ്ങൾ വരുന്നുണ്ട്. അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട്. ജോലി ശരിയാക്കി തന്നത് ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്റെ മേൽനോട്ടത്തിൽ ഒരു പണി നടക്കുമ്പോ അതിൽ ഒരു കുറവ് ഉണ്ടാവരുമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ആ പട്ടിയിലൊക്കെ സ്ട്രോങ് ആയിട്ട് അടിക്ക് 2 ഇഞ്ചിന്റെ ആണിയൊക്കെ വാങ്ങിച്ചു തന്നല്ലേ. ഈ സിമന്റ് ഒക്കെ ഇങ്ങനെയാണോ കുഴക്കുന്നത്? നന്നായിട്ട് കുഴച്ച് തേച്ചാലേ സെറ്റ് ആവുള്ളൂ. ഈ മേൽനോട്ടം എന്ന് പറയുന്നത് ഈ പെമ്പിള്ളേരുടെ മേത്തോട്ടുള്ള നോട്ടമാണോ? ഞാൻ ലോറി വെറുതെ മനസ്സിലായി. ചുമ്മാ നിൽക്കാതെ വാ മുരുക, ഒരു കൈ നോക്കാം. സാറിന് കൈ നോക്കാൻ അറിയത്തില്ല, പിന്നെ വായി നോക്കാനേ അറിയൂ. അതെ, എനിക്ക് ഈ ചീട്ടുകളി മദ്യപാനം ഒന്നും ഒരു ശീലമില്ല. ദിവസവും ഇവിടെ വന്നാ മതി, ശീലമായിക്കോളും. ഈ ചന്ദ്രന്റെ ചിട്ടി കമ്പനിയിൽ ജോലിയൊന്നുമില്ലേ? ഇവിടെ വന്നിരുന്നിനി അതും പൂട്ടിക്കണോ? അത്യാവശ്യമാണ്, അവര് വിളിച്ചോളും. ആശാൻ ചീട്ടർക്ക് അതെ, കുറച്ച് പണിക്കാരെ കൂടുതൽ നിർത്തണം. ഇല്ലെങ്കിൽ ഇത് ഏത് കാലത്ത് തീരാനാ? ഇതെന്ത് ചെമ്പോ സർക്കസാ? ആ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഇറക്കിയേ, എനിക്ക് വണ്ടി വർഷം കൊണ്ടോളാം. ആഹാ, അപ്പൊ ലോറിയിൽ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? എടാ, തൽക്കാലം വണ്ടി അവിടെ കിടക്കട്ടെ. അവരത് വീടായിട്ട് ഉപയോഗിക്കല്ലേ. വീടായിട്ടാ? ദൈവമേ, എന്താ അല്ല ബോണറ്റ് കക്കൂസാക്കി നോക്കിയതാ. ചേച്ചി, മഴ വരാൻ പോണ്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? കുട്ടി വിഷമിക്കണ്ട, നിങ്ങളെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാ. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. സലാമുണ്ട്. മഴ വന്നപ്പം മുരുകൻ സാർ ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോന്നു. ഇനി വീട് പണി കഴിഞ്ഞിട്ട് പോയാ മതി എന്നാ പറഞ്ഞിരിക്കുന്നേ. അല്ല, ഒരു കൈ ഇരിക്കുന്നോ? മുല്ലയ്യ, എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല. ഒരു പെട്രോമാക്സ് കിട്ടിയ കാര്യം സാധിക്കാമായിരുന്നു. കിട്ടില്ല. ചേട്ടന്റെ ബാഗിൽ മെഴുതിലുണ്ടാവോ? അതിന് കത്തിച്ചിട്ട് ഇല്ല. ചിരട്ട ഉണ്ടാവോ? അതിന് കത്തിച്ച് ആളിച്ചിട്ട്. എല്ലിയ കള്ളൻ മകൻ മുറുക. ഇത് സ്വന്തം വീടായിട്ട് കരുതിയാ മതി. എന്താവശ്യം ഉണ്ടെങ്കിലും മീനാക്ഷിക്ക് എന്നോട് ചോദിക്കാം. എല്ലാത്തിനും ഈ മുരുകണ്ണൻ ഉണ്ടാവും. ഇവിടെ നിൽക്കണ്ട. മഴ പെയ്തപ്പോ എല്ലാരും കരച്ചിലോടെ കരച്ചില്. പ്രായമായ പെൺകുട്ടികളും കൊണ്ട് ആശാൻ എങ്ങോട്ട് പോനാ? ഞാൻ പറഞ്ഞു, മല്ലയ്യ എത്ര മനസാക്ഷി ഇല്ലാത്ത ആളൊന്നുമല്ല. വലിയ വീടല്ലേ ഇവിടെ കിടക്കണേ. നിങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ മല്ലയ്യക്ക് സന്തോഷമാവുള്ളൂന്ന്. ഈ മനസ്സ് എനിക്കറിഞ്ഞൂടെ? നിന്റെ ആസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ തേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു ആന്തി മകനെ, തന്നെ ഞാൻ മൂർക്കാൻ കൊണ്ടിയാ നീനു. ആ പെണ്ണിനെ അവിടെ കണ്ടപ്പോഴേ ഇവന് തുടങ്ങിയതാണ് ക്രിമികടി. ഇവന്റെ ആസനത്തിൽ സുണ്ണാമ്പ് തന്നെ തേക്കണം. അവരെ ഒരു വാടക വീട് കണ്ട് അങ്ങോട്ട് മാറ്റും. ശരി. അതെ, ഈ നാട്ടിൽ എവിടെങ്കിലും വാടക വീട് കണ്ടുപിടിച്ചോണ്ട് വന്നാ തന്നെ ഞാൻ കൊല്ലും. ഇവിടെ അഹങ്കാരം കട്ടാത്തോന്നും ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് താമസിക്കണം. കൊമ്പുനോടും കൊള്ളാം. നിനക്ക് ഡ്രൈവിങ്ങിനേക്കാളും നല്ലത് കുക്കിംഗ്. എല്ലാം നല്ല രസമായിട്ടുണ്ട്. താങ്ക്സ്. ഇതെല്ലാം ഉണ്ടാക്കിയത് ഞാനല്ല, ഈ ഗൗരിയാ. ഓ, ആരാ നല്ല എല്ലാം ഭയങ്കര ഉപ്പ്. ഏയ്, എല്ലാത്തിനും നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. നിന്റെ നാക്കല്ല എന്റെ നാക്ക്, എന്റെ നാക്കല്ല നിന്റെ നാക്ക്. മുച്ചോണ്ട് തിന്നോ നന്മകനെ. ഈ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയതാ. ഇതുകൊണ്ട് ഊണ് കളിക്കാം. അല്ലെങ്കിലും മീനാശി എല്ലാത്തിലും മുടിക്കുക, കാണാനും മുടിക്കുക. പിന്നെ വേറെ ചില ഹുടികൾ കൂട്ട് കൊബ്ബയില്ല അഹങ്കാരം. കുട്ടി കൂടെ ഇരിക്കേ, ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. കൂത്തൊള്ളി. വേണ്ട മല്ലയ്യ. നീ എന്താടാ എഡ്വിട്ടെ? വയറ് നിറഞ്ഞു. നിറഞ്ചാ? മീനാക്ഷി, മല്ലയ്യ ഒരു ജ്യേഷ്ഠനായിട്ട് കണ്ടാ മതി കേട്ടോ. എന്തേ? അല്ല, ഒടുക്കത്തെ ഗ്ലാമറായിട്ട് ഇറങ്ങിയിരിക്കാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാത്രി കഥവിന്റെ കുറ്റിയിടല്ലേ? മീനാക്ഷി, മീനാക്ഷി എത്ര അവൻ എന്താ പറഞ്ഞത്? എത്ര നേരമായി ഞാൻ
പെൺകുട്ടികളുള്ള വീടാ. ഇങ്ങനെ റോന്ത് വിറ്റ് കിടന്ന മറ്റുള്ളവർ എന്ത് വിചാരിക്കും? വെറുതെ ചീത്തപ്പേരുണ്ടാക്കാതെ പോയി കിടന്ന് ഉറങ്ങും. നമുക്ക് നേരെ വെളുക്കുന്നത് വരെ സംസാരിക്കാം. രാത്രി മുഴുവൻ സംസാരിക്കാൻ നമ്മളെന്തോന്ന് കാമുകന്മാരാ? എനിക്ക് ഉറക്കം വരുന്നു. ഒന്ന് പോയി കിടന്ന് ഉറങ്ങുമോ? ഉറങ്ങണം, പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. എന്താ ഇത്? എന്ത് കാണിക്കുന്നേ? അയ്യേ, എന്താ ഇത്? എന്നെ കൊണ്ട് ഭരതനാട്യം കളിപ്പിക്കാൻ പോന്നാ? ഇല്ലെങ്കിൽ നീ നിനക്ക് സീത പേരുണ്ടാക്കും. വാതിൽ പുറത്തിനോട് പൂട്ടാൻ പറ്റില്ല. നീ എഴുന്നേറ്റ് നടന്നാൽ എനിക്കറിയും. അവൻ ആരെഴുന്നേറ്റ് നടക്കാൻ പോന്നു? കാലിങ്ങനെ അനക്കല്ലേ ശബ്ദം കേൾക്കും. നീ നടക്കുന്ന ശബ്ദവും കാലണക്കുന്ന ശബ്ദവും എനിക്കറിയാൻ പറ്റും. എഴുന്നേറ്റ് നടന്നാൽ ഞാൻ മകനെ കൊള്ളും, ഞാൻ കൊള്ളും. കർണാടക നിറ താഴും താക്കോലിട്ട് ഇറങ്ങിക്കാം. എന്ത് കണ്ടാലും പൂട്ടാൻ. ശവം. നിൻകൊളോ മല്ലയ്യ എവിടെ വിളിക്കുന്നു? കള്ള കുടുക. മുരുകൻ മുരുകൻ മുരുകനല്ല, ശ്രീകൃഷ്ണ. സോറി. എന്താ സോറി? ഒന്ന് നിന്നേ. ആളല്പം ഡീസന്റ് ആണെന്നാ വിചാരിച്ചേ. നേരെ കാണുമ്പോ കുറ്റം പറിച്ചാലും ജാടിയും. രാത്രിയായ ഇതാ പണിയല്ലേ? അത് മുരുകനാണെന്ന് വിചാരിച്ചു. പിന്നെ മുരുകൻ എന്റെ പുതപ്പിന് താഴെയല്ലേ? കൂടുതൽ വിശദീകരണമൊന്നും വേണ്ട. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. സംഭവം അച്ഛനോടും ഇവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. ഞാൻ പറഞ്ഞല്ലോ, അബദ്ധ പറ്റിയതാണ്. അപ്പൊ തന്നെ സോറി പറഞ്ഞു. പിന്നെയും സോറി സോറി. ഇപ്പൊ ഇങ്ങോട്ടാ? ടൗൺ വരെ. ഇതിന് മൃഗാശുപത്രിയിലൊന്ന് കാണിക്കണം. ഞാനും ഉണ്ട്. ആട് പശു ഒന്നും ഇതിൽ കേറാൻ പറ്റില്ല. അത് ശരി. പാതിരാത്രി പെണ്ണുങ്ങളുടെ മുറി കയറാം. ഇതിൽ ഏതാ ന്യായം? ഇവിടെ എല്ലാരോടും ഒന്ന് ചോദിക്കട്ടെ. കേറിക്കോ കേറിക്കോ. ഗോപാല, എല്ലാം എടുത്തതേ ഈ വണ്ടിയിൽ വെച്ചോ. ഇത് പാലും വണ്ടിയാക്കിയാ? ഡ്രൈവർ കൊള്ളാല്ല. ഇതെങ്ങനെ സാധിച്ചു? ചില മുഖം മൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. മോത്തമുടി ഒന്നും അഴിഞ്ഞു വീണ്ടില്ല. അത് അവർ തന്നെ ഉണ്ട്. മോത്തമുടി അഴിഞ്ഞു വീണ് ഷേവ് ചെയ്യണം. ആ ചായക്കടയുടെ മുന്നിൽ ഒന്ന് നിർത്തിയേ. പരമുള്ള കുറച്ച് കാശ് തരാനുണ്ട്. ഇന്നൊന്ന് സൈൻ ചെയ്യണം ഇവിടെ. കുറച്ചു നാളായി കാശ് തരാന്നും പറഞ്ഞു പറ്റിക്കുന്നു. മര്യാദക്ക് കാശെടുക്ക്. അടുത്ത മാസം തരാൻ മോളെ. പറ്റില്ല, ഇപ്പൊ കിട്ടണം. അടുത്ത മാസം തരാന്നേ. താൻ തരുന്നോ അതോ മല്ലിക ഇങ്ങോട്ട് വിളിക്കണം? വേണ്ട, ഇപ്പൊ തന്നെ വന്നേക്കാം. നിന്റെ പേരിലൊരു കംപ്ലൈന്റ് കേട്ടില്ല. നീ ഇന്നലെ ഉഴുന്നോളൊക്കെ തോളയിട്ടിരുന്ന് നിന്റെ അപ്പം കൊണ്ടുണ്ടോ തോള? നീ എന്ത് കാണിച്ചാണ് ചായക്കണം? നിനക്കൊന്ന് ചിരിച്ചടിച്ചാ ആരാന്നറിയാമോ? വന്നേ. അതെ, മല്ലയെ കാണിച്ചിരുന്ന് നമ്മുടെ കട മുഴുവൻ പിരിക്കണം. അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിയിട്ടുള്ളതാ. ചുമ്മാ അവന്റെ അമ്മക്കൊന്ന് വിളിച്ചേനെ. ഇപ്പൊ അതിന് കണക്കേർക്കാൻ പറ്റിയ സമയോ? ഞാനത് മുതലാളി പറഞ്ഞോളാം. നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ. എന്നെ തിരിച്ചടിച്ചാലേ മല്ലയെ നിന്നെ കീറിക്കളയും. എന്നെ എത്ര വേണമെങ്കിൽ അമ്മ കുളിച്ചോ. അയ്യോ